ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പുനർവിവാഹം അഥവാ രണ്ടാമത് മറ്റൊരു വിവാഹം സാധ്യമാകുമോ എന്ന ചോദ്യത്തിന് ജ്യോതിഷിമാർ ഉത്തരം കണ്ടെത്തുന്ന വിധം പറയാം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് പോയതിനു ശേഷമോ അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മൂലം തമ്മിൽ വേർപിരിയുകയോ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വിവാഹത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നിരവധിയായ അന്വേഷണങ്ങൾ ലഭിക്കാറുണ്ട്. അതിൻ്റെ വിശദമായ ഉത്തരമാണ് ഈ വീഡിയോ. ജാതകം കയ്യിലുള്ളവർക്ക് അത് എങ്ങനെ സ്വയം മനസ്സിലാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വിവാഹത്തിൻ്റെ 7ാം ഭാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ. ഈ ശുക്രൻ ഗ്രഹനിലയിൽ കർക്കിടകം രാശിയിലാണ് ജനന സമയത്ത് നിൽക്കുന്നതെങ്കിൽ ഭാര്യ മരിച്ചില്ലെങ്കിലും രണ്ടാമതൊരു സ്ത്രീയെ കൂടി ജാതകൻ ഭാര്യയായി സ്വീകരിക്കും. അടുത്തത് 7ാം ഭാവാധിപനായ ഗ്രഹം ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് ദുസ്ഥാനങ്ങളിൽ, അതായത് 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയും 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ജാതകന് 2 വിവാഹം കഴിക്കേണ്ടതായി വരും. അടുത്തത് ലഗ്നാധിപൻ 12ാം ഭാവത്തിൽ നിൽക്കുകയും പാപഗ്രഹം 7ാം ഭാവത്തിൽ നിൽക്കുകയും 7ാം ഭാവാധിപൻ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് 2ാം ഭാവത്തിലും സ്ഥിതി ചെയ്താൽ ജാതകന് 2 ഭാര്യമാർ എന്ന യോഗം ഉള്ളവനായിരിക്കും. അടുത്തത് 12ാം ഭാവത്തിലോ 2ാം ഭാവത്തിലോ ചൊവ്വ നിൽക്കുന്ന ജാതകനും ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാമത് ഒരു ഭാര്യയെ സ്വീകരിക്കുന്നവനായിരിക്കും. അടുത്തത് 7ാം ഭാവാധിപന്റെ നവാംശകാധിപൻ നീച രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ 7ാം ഭാവാധിപൻ നീച രാശിയിൽ അംശകം ചെയ്യുക, അതും അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ശത്രു ക്ഷേത്രത്തിൽ അംശകം ചെയ്യുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ ജാതകൻ പുനർവിവാഹം ചെയ്യും എന്നതിൻ്റെ സൂചനയാണ്. അടുത്തത് 7ാം ഭാവാധിപന്റെ നവാംശകാധിപന് മൗഢ്യമോ പാപഗ്രഹ ദൃഷ്ടിയോടുകൂടിയ പാപഗ്രഹ മധ്യസ്ഥിതി വന്നാലും ജാതകൻ രണ്ടാമത് വിവാഹം ചെയ്യും എന്നതിൻ്റെ സൂചനയാണ്. അടുത്തത് 2ാം ഭാവത്തിലോ 7ാം ഭാവത്തിലോ പാപഗ്രഹയോഗമോ പാപഗ്രഹ ദൃഷ്ടിയോ ഉണ്ടാകുകയും 2ാം ഭാവാധിപനോ 7ാം ഭാവാധിപനോ ദുർബലനായി തീരുകയും ചെയ്താൽ ജാതകൻ പുനർവിവാഹം ചെയ്യും. അടുത്തത് 7ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ പാപഗ്രഹങ്ങൾ നിൽക്കുകയും 12ൽ ചൊവ്വ നിൽക്കുകയും 7ാം ഭാവത്തിലേക്ക് 7ാം ഭാവാധിപന്റെ ദൃഷ്ടി ഇല്ലാതെ വരികയും ചെയ്താൽ ജാതകൻ രണ്ടാമത് ഒരു വിവാഹം കൂടി കഴിക്കേണ്ടതായി വരും. അടുത്തത് 7ാം ഭാവാധിപനും ശുക്രനും അത്യുച്ച സ്ഥാനത്ത് നിൽക്കുന്നു എങ്കിൽ ജാതകന് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കും. ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കണമെന്നും ഇല്ല. അടുത്തത് 7ാം ഭാവാധിപന് ശത്രു ക്ഷേത്രസ്ഥിതിയോ നീചമോ മൗഢ്യമോ ഉണ്ടാകുകയും
ഏഴാം ഭാവത്തിന് പാപഗ്രഹ യോഗമോ പാപഗ്രഹ ദൃഷ്ടിയോ ഉണ്ടാകുകയും ചെയ്താൽ ഭാര്യാനാശം സംഭവിക്കുന്നതാണ്. അടുത്തത് ശുക്രന് പാപഗ്രഹ മദ്യം ഉണ്ടാകുകയും ശുക്രൻ്റെ 4-ലോ 8-ലോ പാപഗ്രഹയോഗം ഉണ്ടായാലും ഭാര്യാമരണം ഉണ്ടാകുന്നതാണ്. അടുത്തത് പാപഗ്രഹ ദൃഷ്ടിയുള്ള പാപൻ 2-ാം ഭാവത്തിൽ നിൽക്കുക, ബലഹീനനായ പാപഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുക, അഷ്ടമാധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുക, ഗുളിക ഭവനാധിപൻ 7-ാം ഭാവത്തിൽ നിൽക്കുക, വൃശ്ചികത്തിൽ പാപയോഗം ചെയ്ത് ശുക്രൻ നിൽക്കുക തുടങ്ങിയവ എല്ലാം ഭാര്യാബന്ധത്തിന് പല അസ്വസ്ഥതയും അസുഖങ്ങളും ചിലപ്പോൾ ഭാര്യയ്ക്ക് മരണവും സംഭവിക്കാവുന്ന ഗ്രഹസ്ഥിതികളാണ്. അടുത്തത് 7-ാം ഭാവാധിപനോ ശുക്രനോ ഇവരിൽ ആരെങ്കിലും ഒരാൾ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിന്നാൽ ജാതകന് ഒരു വിവാഹവും, 2 പേരും ബലവാന്മാരായി ഇഷ്ടഭാവത്തിൽ നിന്നാൽ 2 വിവാഹവും നടക്കാൻ സാധ്യതയുണ്ടാകും. അടുത്തത് 7-ാം ഭാവാധിപനും ശുക്രനും അത്യുച്ചവും 7-ാം ഭാവത്തിലേക്ക് ശുഭദൃഷ്ടിയും വന്നാൽ ജാതകന് 2-ലധികം ഭാര്യമാർ ഉണ്ടാകും. അടുത്തത് ചൊവ്വയും ശനിയും ശുക്രനും കൂടി 7-ാം ഭാവത്തിലും ലഗ്നാധിപൻ അഷ്ടമ ഭാവത്തിലും നിന്നാൽ ജാതകന് 3 വിവാഹം വരെ ഉണ്ടാകുന്നതാണ്. അടുത്തത് 7-ാം ഭാവാധിപന് ഉച്ചസ്ഥിതിയും സ്വവർഗസ്ഥിതിയും ഉണ്ടാകുകയും 10-ാം ഭാവാധിപനുമായി യോഗം ചെയ്ത് 1, 4, 7, 10, 5, 9 എന്നീ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിന്നാൽ ജാതകന് 1-ലധികം ഭാര്യമാർ ഉണ്ടാകുന്നതാണ്. അടുത്തത് കന്നി ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുകയും 7-ാം ഭാവമായ മീനത്തിൽ ശനിയും നിന്നാൽ ജാതകന് ഭാര്യാനാശം സംഭവിക്കും. അടുത്തത് മകരം രാശി 7-ാമിടമാകുകയും അവിടെ വ്യാഴം നിൽക്കുകയും ചെയ്താൽ ജാതകൻ്റെ ആദ്യ ഭാര്യയ്ക്ക് അകാല മരണം ഉണ്ടാകും. അടുത്തത് വൃശ്ചികം രാശി 7-ാമിടമാകുകയും അവിടെ ശുക്രൻ നിൽക്കുകയും ചെയ്താൽ ജാതകൻ്റെ ആദ്യ ഭാര്യയ്ക്ക് അകാല മരണം ഉണ്ടാകുന്നതാണ്. അടുത്തത് ഇടവം രാശി 7-ാമിടമായി അവിടെ ബുധൻ നിന്നാലും ജാതകൻ്റെ ആദ്യ ഭാര്യയ്ക്ക് അകാല മരണം ഉണ്ടാകും. 7-ാം ഭാവാധിപൻ ഏതെങ്കിലും പാപഗ്രഹത്തോട് ചേർന്ന് 1, 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുകയും ശുക്രന് പാപയോഗം ഉണ്ടാകുകയും 2-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്താൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുന്നതാണ്. 2-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിനാഥൻ്റെ ദശയിലോ അവൻ്റെ അപഹാര കാലത്തിലോ ജാതകർക്ക് വിവാഹം നടക്കാൻ സംഗതി ആകുന്നതാണ്. പുനർവിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9652328294 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.